സഹോദരരെ, നിങ്ങളുടെ ശ്രദ്ധയോടെ നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളമായ അഗാധമോ നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. തന്റെ സാമ്രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാം പേരെഴുതിക്കണമെന്ന് ഒരു കൽപ്പന അഗസ്റ്റസ് സീസർ അക്കാലത്ത് പുറപ്പെടുവിച്ചു. ക്വിറീനിയോ സിറിയയിൽ ഗവർണറായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെടുത്ത് നടന്നു. പേരെഴുതിക്കുവാനായി എല്ലാവരും അവരവരുടെ നഗരങ്ങളിലേക്ക് പോയി. ദാവീദിന്റെ ഗോത്രത്തിനും കുടുംബത്തിനും പെട്ടവരാകിയാൽ യോസേഫ് പേരെഴുതിക്കുന്നതിന് ഗലീലിയന്റെ കടിഞ്ഞൂൽപുത്രനെ പ്രസവിച്ച് വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. എന്നാൽ ശത്രുത്വം അവർക്ക് സ്ഥലം കിട്ടിയിരുന്നില്ല. ആ പ്രദേശത്ത് വയലുകളിൽ തങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് രാത്രിയിൽ കാവലിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ സമീപത്തെത്തി. കർത്താവിന്റെ തേജസ് അവരുടെ ചുറ്റും പ്രകാശിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാ സർവ്വജനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ സന്തോഷവാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു രക്ഷകൻ കർത്താവായ മിശിഹാ പിറന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും. ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ശാന്തി. ദൂതന്മാർ അവരുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആ കഠിനന്മാർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. അവിടെ സംഭവിച്ചതും കർത്താവ് നമ്മെ അറിയിച്ചതുമായ കാര്യം കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും യോസേഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയെയും കണ്ടു. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാ